ഹായ് നമസ്കാരം. ഞാൻ വർക്കല നിയാസാണ്. ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോയിൽ വന്നത് കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുന്നേ നമ്മളെല്ലാവരും കണ്ടു കാണും. ഷിംജിത എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, പുള്ളിക്കാരത്തി ബസ്സിൽ യാത്ര ചെയ്യവേ ആ ബസ്സിൽ തന്നെ യാത്ര ചെയ്ത ദീപക് എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരിൽ നിന്നും അവർക്കെന്തോ മോശമായ ഒരു അനുഭവം ഉണ്ടായി. അവരെ അനുമതിയില്ലാതെ പുള്ളിക്കാരത്തിയുടെ ശരീരത്ത് ടച്ച് ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഒക്കെ വന്നു, നമ്മളൊക്കെ കണ്ടു. അത് മലയാളികൾ അങ്ങ് ഏറ്റെടുത്ത് കംപ്ലീറ്റ് വൈറലാക്കി, പുള്ളിക്കാരത്തെയും വൈറലാക്കി. അങ്ങനെ മെനഞ്ഞാന്ന് രാത്രി ദീപക് എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ സൂയിസൈഡ് ചെയ്തു. ഈ ഷിംജിതയോട് എനിക്ക് പറയാനുള്ളത്, അങ്ങനെ ഒരു സംഭവം നടന്നു, അത് യാഥാർത്ഥ്യമാണ് എന്ന് തന്നെ ഇരിക്കട്ടെ, നിങ്ങൾ എന്തായിരുന്നു ചെയ്യേണ്ടത്? നിങ്ങൾ അഭിമാനമുള്ള ഒരു സ്ത്രീയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ അത്തരം വിഷയങ്ങൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾ കൃത്യമായിട്ടും ഈ വിഷയത്തിൽ നിങ്ങൾ അപ്പോഴും തന്നെ പ്രതികരിക്കണമായിരുന്നു. നിങ്ങൾ പ്രതികരിച്ചോ? ഇല്ല. 2, നിങ്ങൾ അവിടെ ബസ്സിൽ വെച്ചിട്ട് അവിടെ ഒരു വിഷയം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ നിങ്ങൾക്കൊരു പരാതി കൊടുക്കാമായിരുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കാമായിരുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് എടുത്തിട്ട് നിങ്ങൾ പബ്ലിഷ് ചെയ്യാതെ നിങ്ങളെ കയ്യിൽ വെച്ചിട്ട്, നിങ്ങൾക്ക് തെളിവായിട്ട് വെച്ചിട്ട് ഈ വീഡിയോ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണമായിരുന്നു? ഒരു പരാതി കൊടുക്കണമായിരുന്നു. അതും നടന്നില്ല. നിങ്ങൾ ചെയ്തത് കൃത്യമായിട്ടും നിങ്ങൾക്ക് വൈറലാകാൻ വേണ്ടിയുള്ള, നിങ്ങൾക്ക് റീച്ച് കൂട്ടാൻ വേണ്ടിയുള്ള, നിങ്ങൾക്ക് ഫോളോവേഴ്സിനെ കൂട്ടാൻ വേണ്ടി നിങ്ങൾ ചെയ്ത ഒരു പ്ലാനഡ് ആയിട്ടുള്ളൊരു പരിപാടിയായിരുന്നു. പക്ഷെ അതിന് നിങ്ങൾ ഇരയാക്കിയത് ഒരു പാവം ചെറുപ്പക്കാരനെ, കേവലം 38 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനെ. അദ്ദേഹത്തിന് ഇന്നലെ ഞാൻ സോഷ്യൽ മീഡിയയിൽ ഏഷ്യാനെറ്റിന്റെ ന്യൂസിലാന്ന് തോന്നുന്നു കണ്ടത്. ആ നാട്ടിലുള്ള ആൾക്കാർക്കൊക്കെ അദ്ദേഹത്തെക്കുറിച്ച് വളരെ വലിയ നല്ല അഭിപ്രായങ്ങളാണ്. ആ നാട്ടില് എല്ലാവർക്കും അദ്ദേഹം മോശക്കാരൻ എന്നുള്ള ഒരു കമന്റ് പോലും ആ ഭാഗത്ത് നിന്ന് എങ്ങും വരുന്നില്ല. എന്തിനാണ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ തന്നെ ഈ വാർത്തകളൊക്കെ വന്നതിന് ശേഷം ഈ ഷിംജിതയെ അനുകൂലിച്ചുകൊണ്ട് ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു കമന്റോ പോലും വന്നതായിട്ട് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അപ്പം ഷിംജിത മനസ്സിലാക്കിയോ, നിങ്ങൾ 100% ചെയ്തത് തെറ്റ് തന്നെയാണ്, അതിൽ യാതൊരു സംശയവുമില്ല. നിങ്ങൾ എന്ത് പ്രായച്ചിത്തമാണ് ചെയ്യുന്നത്? 38 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരന്റെ മരണം, അതിന് നിങ്ങൾ തന്നെയാണല്ലോ അതിന്റെ ഒരു കാരണക്കാരി. ആ നിങ്ങൾ ചെയ്ത ഈ വൃത്തികെട്ട ഈ പ്രവണതയ്ക്ക് നിങ്ങൾ എന്ത് പ്രായച്ചിത്തം ചെയ്താലാണ് അത് മാറിക്കിട്ടുക? ആ കുടുംബത്തിന്റെയൊക്കെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയാണ്. എനിക്കറിയില്ല അദ്ദേഹം വിവാഹിതനാണോ അല്ല കുട്ടികളുണ്ടോ, അതൊന്നും എനിക്കറിയില്ല. എന്നിരുന്നാലും ഞാൻ പറയണം, ഒരു പക്ഷെ വിവാഹിതനാണെങ്കിൽ, അല്ലെങ്കിൽ കുട്ടികളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ അച്ഛൻ അമ്മ, അവരെയൊക്കെ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാണ്. പണ്ട് ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഉണ്ടാകുന്നതിന് മുന്നേ ഈ ദൃശ്യമാധ്യമങ്ങളിലും പത്രമാധ്യമങ്ങളിലും അല്ലെങ്കിൽ റേഡിയോയിലൂടെയൊക്കെയാണ് നമ്മൾ ഓരോരുത്തരെ കുറിച്ചും അറിയുന്നത്. ഇന്ന ആള് ഒരു പാട്ടുകാരനായിരുന്നു, അല്ലെങ്കിൽ ഇന്ന ആള് ഒരു മോഷ്ടാവായിരുന്നു, ഇന്ന ആള് ഇന്ന രീതിയിൽ പ്രശസ്തി നേടിയ ആളാണ് ഇന്ന് നമ്മൾ അറിയുന്നത്. പ്രശസ്തയാകുന്നതും ഒക്കെ അങ്ങനെയായിരുന്നു. ഇന്നതല്ല അവസ്ഥ. ഇന്ന് വിത്തിൻ സെക്കൻഡുകൾക്കുള്ളിൽ തന്നെയാണ് ഒരാൾ വൈറലാവുന്നത്. എന്ത് മോശമായ പ്രവണത ചെയ്താലും പബ്ലിക് റോഡിൽ ഇരുന്നിട്ട് നമ്മൾ കുത്തിയിരുന്ന് സാധിച്ചു കഴിഞ്ഞാൽ അത് അപ്പോഴേ ഷൂട്ട് ചെയ്തെടുത്തിട്ട് സാധിച്ച് ഷൂട്ട് ചെയ്തിട്ട് സാധിച്ച് ഷൂട്ട് ചെയ്തിട്ട് അത് അവര് തന്നെ സ്വന്തമായിട്ട് എടുത്ത് പിന്നെ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ഒക്കെ ഇട്ട് വൈറലാക്കി പേരെടുക്കുന്നവരാണ്, നെഗറ്റീവിലൂടെ. അതാണ് ഇന്നത്തെ കാലം. ഞാൻ വീഡിയോ ചെയ്തിട്ട് ഈ കോള് വരുന്നതാണ് ഞാൻ കട്ട് ചെയ്തത്. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളൊക്കെ ഇപ്പൊ കടന്നു പോകുന്നത്. സത്യത്തില് ഞാൻ നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടത്, നമ്മൾ നല്ല കാര്യങ്ങളെ പ്രൊമോട്ട് ചെയ്യുക,
സമൂഹത്തിന് ഉതകുന്ന നല്ല നല്ല കാര്യങ്ങൾ നമ്മൾ പ്രൊമോട്ട് ചെയ്യുക. ഇതുപോലുള്ള കാര്യങ്ങൾ ആരെങ്കിലും ഒരു വീഡിയോ എടുത്തിട്ട് കഴിഞ്ഞാൽ അതെടുത്ത് ഷെയർ ചെയ്യാനും അതിന് കമന്റ് എഴുതാനും അതിന് ലൈക്ക് അടിക്കാനും ഒക്കെ പോകുന്ന നമ്മൾ തന്നെയാണ് വിഡ്ഢികൾ. ആരെന്തിട്ട് കഴിഞ്ഞാലും അതെടുത്ത് സമൂഹത്തിൽ എത്രയോ നല്ല ഗുണം ചെയ്യുന്ന കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വരുന്നു. അത്തരം കാര്യങ്ങൾ നമ്മൾ സപ്പോർട്ട് ചെയ്യുക. ഏതായാലും ഇത് വളരെ ദുഃഖമുണ്ടാക്കിയ ഒരു വാർത്തയാണ്. മലയാളി മനസ്സുകളെയൊക്കെ ഞെട്ടിച്ച ഒരു വാർത്തയായിരുന്നു മെനഞ്ഞാത്ത ഈ സൂയിസൈഡ്. ഏതായാലും നിയമപരമായിട്ട് നിയമ നടപടി സ്വീകരിക്കണം എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഷിംജിതയ്ക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണം എന്ന് തന്നെയാണ് എല്ലാ മലയാളികളും ആഗ്രഹിക്കുന്നത്. അതിൽ 100%-ൽ 1%, 2% ചിലപ്പോൾ പുള്ളിക്കാരത്തെ അനുകൂലിക്കുന്നവരുണ്ടാവാം, എനിക്കറിയില്ല. ബാക്കി ഭൂരിപക്ഷം വരുന്ന ആൾക്കാരും ഷിംജിത ഈ വിഷയത്തിൽ ശിക്ഷിക്കപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഏതായാലും ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള ഒരു അനുഭവം നമ്മുടെ നാട്ടിൽ ഉണ്ടാകാതിരിക്കട്ടെ, അതിനുള്ള സംവിധാനങ്ങൾ, നിയമ സംവിധാനങ്ങളൊക്കെ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. നന്ദി.